ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു എഗ് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ഞാൻ എഗ്ഗ് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നാൽ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി അതിൻ്റെ പുറത്ത് ഈ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഈ എഗ്ഗിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കളറായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് ഞാൻ 3 മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ തക്കാളിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടി അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലിട്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ റോസ്മെല്ലിന് പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിവിടെ ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും ഈ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ചൂടാറിയപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് കണ്ടില്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കോട്ടെ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ എഗ്ഗും കറിയായിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറി തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള എഗ് കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പത്തിരിയുടെ കൂടെ ആയാലും പപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ പൊറാട്ടയുടെ എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി തന്നെ വരാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.